അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസിനികളെ, ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഉണർത്തുകയാണ്. നമുക്കറിയാം, ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതമാണ്. അതിൽ പറയാത്തതായി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇനി ഒരു വേദഗ്രന്ഥവും നമുക്ക് ഇറങ്ങാനുമില്ല. എന്നാൽ അതിൽ ദാരിദ്ര്യത്തെ ഊരിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു സൂറത്തുണ്ട്. അതാണ് സൂറത്തുൽ വാഖിയ. ഇത് എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം ഇശാ മഗ്രിബിനിടയിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ, ഒരു സഹോദരൻ, ഒരു സഹോദരി ഇത് പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു ദാരിദ്ര്യത്തെ എന്നേക്കുമായി ഊരിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അവന്റെ സ്വന്തം ആവശ്യത്തിന് മറ്റൊരാളുടെ അടുക്കൽ ചെന്ന് കൈനീട്ടി എനിക്കിന്നത് വേണം എന്ന് പറയേണ്ട ഒരു ദുരവസ്ഥ വരില്ല, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ആ നിമിഷം മുതലുള്ള ഇശാ മഗ്രിബിനിടയിൽ നിർബന്ധമായും പുരുഷന്മാർ സൂറത്തുൽ വാഖിയ ഓതണം. സ്ത്രീകൾ അവർക്ക് ഓതാൻ പറ്റുന്ന സമയങ്ങളിൽ നിർബന്ധമായും ഇത് ഓതിയിരിക്കണം. അള്ളാഹു ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ അവിടുന്ന് നരച്ചിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരോട് പറഞ്ഞു? നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അവിടുന്ന് നരച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ നരപ്പിച്ചത് ഹൂദ്, വാഖിഅ, വൽ മുർസലാത്ത്, അമ്മ യതസാഅലൂൻ തുടങ്ങിയ സൂറത്തുകളാണ്. കാരണം ഇതിൽ അന്ത്യദിനത്തെക്കുറിച്ചും പരലോകത്തെ ഭയാനതകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലരും നരച്ചുപോയത് ടെൻഷൻ കാരണവും പ്രയാസവും കൊണ്ടാണ്. നമ്മൾ വാക്കിയ ഓതിയാലും നമ്മൾ ഈ പറയുന്ന സൂറത്ത് ഓതിയാലും നമ്മൾ നരയ്ക്കാറില്ല. കാരണം നമുക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. അറിഞ്ഞാൽ തന്നെ ആ നര എങ്ങനെ ഡൈ ചെയ്ത് ഏതെങ്കിലുമൊക്കെ സിനിമാ നടന്മാരെ അനുകരിച്ചുകൊണ്ട് അത് കറുപ്പിക്കാൻ നമ്മൾ നോക്കും. ഡൈ ചെയ്യുന്ന ഉപ്പമാരുണ്ടെങ്കിൽ പഠിച്ചോളൂ, ഒളൂ സ്വീകരിക്കുകയില്ല, നിന്റെ കുളി ശരിയാവുകയില്ല. ഇത് രണ്ടും ശരിയാകാതെ വന്നാൽ നിന്റെ നിസ്കാരവും ശരിയാകില്ല. വിഷയത്തിൽ നിന്ന് മാറിയാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചത്. സൂറത്തുൽ വാഖിഅ എല്ലാ വീടുകളിലും എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ ഇഹത്തിലും പരത്തിലും നിരവധി ഗുണങ്ങൾ അത് കാരണമായിട്ട് ലഭിക്കും. ഇനി വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയാണ് എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതുന്നത് എങ്കിൽ ആ പെൺകുട്ടിക്ക് നല്ല അള്ളാഹുവിനെ പേടിയുള്ള ഒരു ഇണയെ അള്ളാഹു സമ്മാനമായി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഐശ്വര്യത്തിന്റെ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഇനി മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് പേര് നിരന്തരം വിളിച്ചിട്ടൊരു ദുആ പറഞ്ഞു തരുമോ എന്ന് പറയും. അവർക്കെല്ലാം കൂടെ വേണ്ടി ഈ ദുആ പറഞ്ഞു തരികയാണ്. ഒറ്റ ഇരുത്തത്തിൽ കിബിലയ്ക്ക് അഭിമുഖമായി 41 തവണ തുടർച്ചയായിട്ട് ഇടമുറിയാതെ സൂറത്തുൽ വാഖിഅ ഓതിയാൽ അവന് സുഖമായി കഴിയാനുള്ള ഹലാലായ വരുമാനം അള്ളാഹു നൽകുമെന്ന് മഹാന്മാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞില്ല എങ്കിൽ എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ സൂറത്തുൽ വാഖിഅ ഓതി ദുആ ചെയ്യണം. അള്ളാഹു നിങ്ങളെ കാക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വിട. അസ്സലാമു അലൈക്കും.